ഒന്നാമത്തെ ചോദ്യം, ശുചിത്വ സാഗര സുന്ദര തീരം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആര്? മഞ്ജു വാര്യർ, മമ്മൂട്ടി, ദിലീപ്, മോഹൻലാൽ. ഓപ്ഷൻ എ മഞ്ജു വാര്യർ. 2024 ഒളിമ്പിക്സിലെ ദീപശിഖ പ്രയാണത്തിന് തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരം. 2024 ഒളിമ്പിക്സിലെ ദീപശിഖ പ്രയാണത്തിന് തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരം. വിനേഷ് ഫോഗട്ട്, നീരജ് ചോപ്ര, മേരി കോം, അഭിനവ് ബിന്ദ്ര. ഓപ്ഷൻ ഡി അഭിനവ് ബിന്ദ്ര. സംസ്ഥാനത്തെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക്. കോട്ടക്കുന്ന്, സരോവരം, ശാന്തിതീരം, മാനാഞ്ചിറ സ്ക്വയർ. ഓപ്ഷൻ ഡി മാനാഞ്ചിറ സ്ക്വയർ. 2024 ഫെബ്രുവരി പ്രകാരം RBI റിപ്പോ നിരക്ക് എത്രയാണ്? 2024 ഫെബ്രുവരി പ്രകാരം RBI റിപ്പോ നിരക്ക് 5.5, 6.4, 6.5, 7.2. ഓപ്ഷൻ സി 6.5. പട്ടികവർഗക്കാരുടെ നൈപുണ്യ വികസനത്തിനായി പട്ടികവർഗ വികസന വകുപ്പ് ഏറ്റെടുത്ത ശ്രദ്ധേയമായ പദ്ധതി ഏത്? പട്ടികവർഗക്കാരുടെ നൈപുണ്യ വികസനത്തിനായി പട്ടികവർഗ വികസന വകുപ്പ് ഏറ്റെടുത്ത പദ്ധതി. ഗോത്രജീവിക, വാത്സല്യനിധി, വിജ്ഞാനദീപ്തി, ഗോത്രസാരഥി. ഓപ്ഷൻ എ ഗോത്രജീവിക. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ബിശ്വാസ് മേത്തയുടെ ആത്മകഥ ഏത്? മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ബിശ്വാസ് മേത്തയുടെ ആത്മകഥ. അറിയാത്തത്, സെക്ഷൻ 8, അതിജീവനം, കാണാപ്പുറങ്ങൾ. ഓപ്ഷൻ സി അതിജീവനം. വനിതാ സംവരണ ബിൽ ലോക്സഭ പാസാക്കിയത് എന്ന്? വനിതാ സംവരണ ബിൽ ലോക്സഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20, 2023 സെപ്റ്റംബർ 29, 2023 ഒക്ടോബർ 28, 2023 ഒക്ടോബർ 4. ഓപ്ഷൻ എ 2023 സെപ്റ്റംബർ 20. 2024 ഭാരതരത്ന ലഭിച്ച കർപ്പൂരി താക്കൂർ ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു? 2024 ഭാരതരത്ന ലഭിച്ച കർപ്പൂരി താക്കൂർ ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു? ഒഡീഷ, ബീഹാർ, ഉത്തരാഖണ്ഡ്, അസം. ഓപ്ഷൻ ബി ബീഹാർ. രാജ്യാന്തര യാത്രക്കാരുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തെ ഏറ്റവും തിരക്കേറിയ രാജ്യാന്തര വിമാനത്താവളം. ജിദ്ദ ഇൻ്റർനാഷണൽ എയർപോർട്ട്, വാഷിംഗ്ടൺ DC ഇൻ്റർനാഷണൽ എയർപോർട്ട്, പാരീസ് ഇൻ്റർനാഷണൽ എയർപോർട്ട്, ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഓപ്ഷൻ ഡി ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? സേതു, പി വത്സല, SK വസന്തൻ, S ഹരീഷ്. ഓപ്ഷൻ സി SK വസന്തൻ. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? ബാലവേല നിരോധിച്ചിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. അനുച്ഛേദം 21, അനുച്ഛേദം 24, അനുച്ഛേദം 19, അനുച്ഛേദം 25. ഓപ്ഷൻ ബി അനുച്ഛേദം 24. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആര്? BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, സച്ചിദാനന്ദ സിൻഹ. ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. 2019 104 ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യൻ നിയമനിർമ്മാണ സഭകളിലെ ആംഗ്ലോ ഇന്ത്യൻ സംവരണത്തിൽ വന്ന മാറ്റം. ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരുടെ എണ്ണം 2ൽ നിന്ന് 1 കുറച്ചു. ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരുടെ എണ്ണം 2ൽ നിന്ന് 3 വർദ്ധിപ്പിച്ചു. സംസ്ഥാന നിയമസഭകളിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരുടെ എണ്ണം 1ൽ നിന്ന് 2 വർദ്ധിപ്പിച്ചു. ലോക്സഭയിലെയും നിയമസഭകളിലെയും ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കി. ഓപ്ഷൻ ഡി ലോക്സഭയിലെയും നിയമസഭകളിലെയും ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കി.
ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നിയമിക്കുന്നത്? ആർട്ടിക്കിൾ 128, ആർട്ടിക്കിൾ 138, ആർട്ടിക്കിൾ 148, ആർട്ടിക്കിൾ 158. ഓപ്ഷൻ സി ആർട്ടിക്കിൾ 148. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആർട്ടിക്കിൾ 368 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭരണഘടന ഭേദഗതിയുടെ നടപടിക്രമം, അടിയന്തരാവസ്ഥ, വിവരാവകാശം, വിദ്യാഭ്യാസ അവകാശം. ഓപ്ഷൻ എ ഭരണഘടനാ ഭേദഗതിയുടെ നടപടിക്രമം. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാം? പാർലമെൻ്ററി ഭരണസമ്പ്രദായം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ഏറ്റവും ദൈർഘ്യമേറിയ ലിഖിത ഭരണഘടന, നിയമവാഴ്ച. ഓപ്ഷൻ എ 1, 2, 4, ഓപ്ഷൻ ബി ഇവയെല്ലാം, ഓപ്ഷൻ സി 1, 3, ഓപ്ഷൻ ഡി 2, 3, 4. ഓപ്ഷൻ ബി ഇവയെല്ലാം. താഴെ പറയുന്നവയിൽ ഏതിൻ്റെ എല്ലാം അധികാരങ്ങളെ വേർതിരിക്കുന്നതിനെയാണ് തിയറി ഓഫ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് വിളിക്കുന്നത്? എക്കോണമി ആൻഡ് പൊളിറ്റിക്സ്, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഗവൺമെൻറ്. ഓപ്ഷൻ സി ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. എത്രാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആർട്ടിക്കിൾ 21A കൂട്ടിച്ചേർത്തത്? ആർട്ടിക്കിൾ 21A കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി 73, 86, 52, 74. ഓപ്ഷൻ ബി 86. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒരു ദിശയിൽ നിന്നും മറ്റൊരു ദിശയിലേക്കുള്ള സമുദ്രജലത്തിൻ്റെ തുടർച്ചയായ പ്രവാഹമാണ് സമുദ്രജലപ്രവാഹം. ഉഷ്ണജലപ്രവാഹവും ശീതജലപ്രവാഹവും ഉണ്ട്. ഉപോഷ്ണ മേഖലയിൽ നിന്ന് സഞ്ചരിച്ച് ഉപദ്രുവീയ മേഖലകളിലേക്ക് ഒഴുകുന്നവ ശീതജലപ്രവാഹങ്ങൾ. ഉപദ്രുവീയ മേഖലകളിൽ നിന്നും ഉപോഷ്ണ മേഖലയിലേക്ക് ഒഴുകുന്നവ ഉഷ്ണജലപ്രവാഹങ്ങൾ. ഓപ്ഷൻ എ 1, 3, ഓപ്ഷൻ ബി 1, 2, ഓപ്ഷൻ സി 3, 4, ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഓപ്ഷൻ ബി 1, 2. താഴെ പറയുന്നവയിൽ ഖാദന പ്രക്രിയ മൂലമുണ്ടാകുന്ന സമതലങ്ങൾക്ക് ഉദാഹരണമേത്? ഖാദന പ്രക്രിയ മൂലമുണ്ടാകുന്ന സമതലങ്ങൾക്ക് ഉദാഹരണം: ഹൊയാങ് ഹോ, ഗംഗാ സമതലം, കാശ്മീർ സമതലം, കനേഡിയൻ ഷീൽഡ്. ഓപ്ഷൻ ഡി കനേഡിയൻ ഷീൽഡ്. ചുവടെ നൽകിയിരിക്കുന്ന ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് ഭൂമിയുടെ ഉള്ളറകളെപ്പറ്റി നാം മനസ്സിലാക്കുന്നത്? അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കളിൽ നിന്ന്, ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിലൂടെ. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 1, 2, 3. ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3. ഭൗമോപരിതലത്തിൽ സ്പർശിക്കുന്ന സ്ട്രാറ്റസ് മേഘങ്ങൾ എന്നറിയപ്പെടുന്നത്? ഭൗമോപരിതലത്തിൽ സ്പർശിക്കുന്ന സ്ട്രാറ്റസ് മേഘങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് തുഷാരം, സ്മോഗ്, മൂടൽമഞ്ഞ്, സ്മോക്ക്. ഓപ്ഷൻ സി മൂടൽമഞ്ഞ്. ഭൂമി പുറന്തള്ളുന്ന താപമാണ് ഡാഷ്. ഭൂമി പുറന്തള്ളുന്ന താപം: ടെറസ്ട്രിയൽ റേഡിയേഷൻ, കണ്ടക്ഷൻ, അൽബഡോ, കൺവെക്ഷൻ. ഓപ്ഷൻ എ ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഗ്രേവ്സ് രോഗം ഏത് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗ്രേവ്സ് എന്നറിയപ്പെടുന്ന രോഗം ഏത് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പീനിയൽ ഗ്രന്ഥി, ആഗ്നേയ ഗ്രന്ഥി, തൈറോയിഡ് ഗ്രന്ഥി, തൈമസ് ഗ്രന്ഥി. ഓപ്ഷൻ സി തൈറോയിഡ് ഗ്രന്ഥി. ശാരീരികവും മാനസികവുമായി വെല്ലുവിളി നേരിടുന്നവരും കിടപ്പ് രോഗികളുമായവരെ ശുശ്രൂഷിക്കുന്ന ബന്ധുജനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പദ്ധതി ഏത്? ആർദ്രം, മന്ദഹാസം, ആശ്വാസകിരണം, വയോമധുരം. ഓപ്ഷൻ സി ആശ്വാസകിരണം. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഇല്ലാതാക്കുന്നതിനായുള്ള രാജ്യാന്തര ദിനം എന്നാണ്? സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഇല്ലാതാക്കുന്നതിനായുള്ള രാജ്യാന്തര ദിനം സെപ്റ്റംബർ 15, ഒക്ടോബർ 15, നവംബർ 25, ഡിസംബർ 10.
ഓപ്ഷൻ സി നവംബർ 25. മനുഷ്യരക്തത്തെക്കുറിച്ചുള്ള ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ശരിയായ വസ്തുത തിരഞ്ഞെടുക്കുക. ഹീമോഗ്ലോബിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് രക്തത്തിന് ചുവപ്പ് നിറം ലഭിക്കുന്നത്. ഇരുമ്പിൻ്റെ അംശവും പ്രോട്ടീനും അടങ്ങിയിരിക്കുന്ന സംയുക്തമാണ് ഹീമോഗ്ലോബിൻ. ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും സംവഹനത്തിന് ഹീമോഗ്ലോബിൻ സഹായിക്കുന്നു. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 2, 3, ഓപ്ഷൻ ഡി 3 മാത്രം. ഓപ്ഷൻ സി 1, 2, 3. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. ഹൈഡ്രജനും ഓക്സിജനും 2:1 എന്ന അനുപാതത്തിൽ കൂടിച്ചേർന്നാണ് ജലമുണ്ടാകുന്നത് എന്ന് കണ്ടെത്തിയത് ആര്? ഹംഫ്രി ഡേവി, ഹെൻറി കാവൻഡിഷ്, ജെയിംസ് ചാഡ്വിക്, ജോൺ ഡാൾട്ടൺ. ഓപ്ഷൻ ബി ഹെൻറി കാവൻഡിഷ്. ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ്? ദേശീയ ഊർജ സംരക്ഷണ ദിനം ഒക്ടോബർ 9, ഡിസംബർ 14, നവംബർ 12, ഡിസംബർ 23. ഓപ്ഷൻ ബി ഡിസംബർ 14. ബോറാക്സ് എന്നറിയപ്പെടുന്ന രാസവസ്തു ഏത്? ഏത് രാസവസ്തുവാണ് ബോറാക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? യുലക്സെറ്റ്, ബോറിക് ആസിഡ്, സോഡിയം ബോറേറ്റ്, സിലിക്കൺ ഡൈ ഓക്സൈഡ്. ഓപ്ഷൻ സി സോഡിയം ബോറേറ്റ് ആണ് ബോറാക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പാചകവാതക ചോർച്ച തിരിച്ചറിയുന്നതിന് വേണ്ടി ചേർക്കുന്ന രൂക്ഷഗന്ധമുള്ള വാതകം ഏത്? പാചകവാതക ചോർച്ച തിരിച്ചറിയുന്നതിനായിട്ട് ചേർക്കുന്ന രൂക്ഷഗന്ധമുള്ള വാതകം പാരഫിൻ ഓയിൽ, പ്രൊപ്പെയിൻ, ഈഥൈൽ മെർക്യാപ്റ്റൻ, മീഥെയ്ൻ. ഓപ്ഷൻ സി ഈഥൈൽ മെർക്യാപ്റ്റൻ. കാഴ്ച സാധ്യമാകുന്നതുമായി ബന്ധപ്പെട്ട ചില ഘട്ടങ്ങൾ താഴെ ചേർക്കുന്നു. അവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. 1. തലച്ചോർ വസ്തുവിൻ്റെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ച സാധ്യമാക്കുന്നു. 2. കാണുന്ന വസ്തുക്കളുടെ തലകീഴായ പ്രതിബിംബം കണ്ണിലെ റെറ്റിനയിൽ പതിക്കുന്നു. 3. നേത്രനാഡികൾ ഈ സന്ദേശത്തെ തലച്ചോറിൽ എത്തിക്കുന്നു. ഓപ്ഷൻ എ 1, 3, 2, ഓപ്ഷൻ ബി 2, 3, 1, ഓപ്ഷൻ സി 3, 1, 2, ഓപ്ഷൻ ഡി 1, 2, 3. ഓപ്ഷൻ ബി 2, 3, 1. ഈ ക്രമമാണ് ശരിയായ ഉത്തരം. കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ, നൈട്രജൻ എന്നിവയുടെ മിശ്രിതം ഏത് പേരിൽ അറിയപ്പെടുന്നു? വാട്ടർ ഗ്യാസ്, കോൾ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ്, ഫോസ്ജീൻ. ഓപ്ഷൻ സി പ്രൊഡ്യൂസർ ഗ്യാസ്. താഴെ പറയുന്നവയിൽ അബ്സൊല്യൂട്ട് സീറോ എന്നറിയപ്പെടുന്ന ഊഷ്മാവ് ഏത്? അബ്സൊല്യൂട്ട് സീറോ എന്നറിയപ്പെടുന്ന ഊഷ്മാവ് -273.15 ഡിഗ്രി സെൽഷ്യസ്, -273.15 കെൽവിൻ, 0 ഡിഗ്രി സെൽഷ്യസ്. ഇവ ഒന്നുമല്ല. ഓപ്ഷൻ എ -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ് അബ്സൊല്യൂട്ട് സീറോ എന്നറിയപ്പെടുന്ന ഊഷ്മാവ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ മലയാളി കായിക താരമാണ് MD വത്സമ്മ. നിത്യഹരിത അത്ലറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് K രഘുനാഥൻ. കായിക കേരളത്തിൻ്റെ പിതാവ് GV ഗോദവർമ്മ രാജ. ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്ററായ ആദ്യ മലയാളി നിഹാൽ സരിൻ. ഓപ്ഷൻ ഡി ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്ററായ ആദ്യ മലയാളി നിഹാൽ സരിൻ എന്ന പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവലായ നൃത്തം ആരുടേതാണ്? മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവലായ നൃത്തം ആരുടെ കൃതിയാണ്? M മുകുന്ദൻ, ആനന്ദ്, NS മാധവൻ, C രാധാകൃഷ്ണൻ. ഓപ്ഷൻ എ M മുകുന്ദൻ. വിഫ് വാഫ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കായിക വിനോദം ഏത്? വിഫ് വാഫ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കായിക വിനോദം ക്യാരംസ്, സ്നൂക്കർ, ടേബിൾ ടെന്നീസ്, ബില്ലിയാർഡ്സ്. ഓപ്ഷൻ സി ടേബിൾ ടെന്നീസ്. കളിയാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന കലാരൂപം. കളിയാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന കലാരൂപം കൂടിയാട്ടം,
കഥകളി, തെയ്യം, ഓട്ടൻതുള്ളൽ. ഓപ്ഷൻ സി തെയ്യം. കേരളത്തിൽ ഡച്ചുകാരുടെ പരാജയത്തിനുള്ള കാരണങ്ങൾ. കേരളത്തിൽ ഡച്ചുകാരുടെ പരാജയത്തിനിടയാക്കിയ കാരണങ്ങൾ. 1. തിരുവിതാംകൂർ സൈനിക ശക്തിയിൽ മികച്ച പ്രബല രാജ്യമായി മാറിയത്. 2. മറ്റു യൂറോപ്യൻ ശക്തികളുടെ വളർച്ച. 3. നെപ്പോളിയൻ യുദ്ധത്തിൽ ഡച്ചുകാർ ഫ്രഞ്ചുകാർക്ക് പിന്തുണ നൽകിയത് മൂലം കൊച്ചിയിലുണ്ടായിരുന്ന താവളം നഷ്ടമായി. 4. ഡച്ച് കാലഘട്ടത്തിൽ കേരള രാജാക്കന്മാർ പോർച്ചുഗീസുകാരുടെ കാലത്തുണ്ടായിരുന്നതിനേക്കാൾ സൈനിക ശക്തി നേടി. ഓപ്ഷൻ എ 1, 2, 3. ഓപ്ഷൻ ബി 2, 3. ഓപ്ഷൻ സി ഇവയെല്ലാം. ഓപ്ഷൻ ഡി 1, 4. ഓപ്ഷൻ സി മുകളിൽ പറഞ്ഞതെല്ലാം ഡച്ചുകാരുടെ പരാജയത്തിന് കാരണങ്ങളായവയാണ്. പട്ടികജാതി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ നൽകാനുള്ള കേരള സർക്കാർ പദ്ധതി. പട്ടികജാതി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ നൽകാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി. ഗോത്രസാരഥി, വിദ്യായാത്ര, ബാലമുകുളം, നിർഭയ. ഓപ്ഷൻ ബി വിദ്യായാത്ര. ടൂർണമെൻറ്റുകളും അവയുമായി ബന്ധപ്പെട്ട കായിക മത്സരങ്ങളും തമ്മിലുള്ള ജോഡികളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. കോൺകക്കാഫ് കപ്പ് ഫുട്ബോൾ, സുധീർമാൻ കപ്പ് ഹോക്കി, പ്രിൻസ് ഓഫ് വെയിൽസ് കപ്പ് ടെന്നീസ്, അസ്ലാൻ ഷാ കപ്പ് ക്രിക്കറ്റ്. ഓപ്ഷൻ എ 1, 4. ഓപ്ഷൻ ബി 2, 3, 4. ഓപ്ഷൻ സി 2, 4. ഓപ്ഷൻ ഡി 1 മാത്രം. ഓപ്ഷൻ ഡി 1 മാത്രമാണ് തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. 10ാം പഞ്ചവത്സര പദ്ധതി കേരള വികസന മാതൃക എന്നറിയപ്പെടുന്നു. റോളിംഗ് പ്ലാൻ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ദാദാഭായ് നവറോജി. 4ാം പഞ്ചവത്സര പദ്ധതിയിൽ 20 പരിപാടി നിലവിൽ വന്നു. മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന ആശയം ഇന്ത്യ നടപ്പിലാക്കിയത് 2ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. ഓപ്ഷൻ എ 1, 3. ഓപ്ഷൻ ബി 2, 4. ഓപ്ഷൻ സി 1, 4. ഓപ്ഷൻ ഡി 2, 3. ഓപ്ഷൻ സി 1ഉം 4ഉം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം. ഇന്ത്യയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം. CSO, സെബി, IRDB, സെസ്. ഓപ്ഷൻ ബി സെബി. നബാർഡിനെ സംബന്ധിച്ച് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? 1. ബി ശിവരാമൻ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം രൂപീകൃതമായി. 2. ഒഡീഷയിലെ മുൻ ചീഫ് സെക്രട്ടറിയായിരുന്ന M. രാമകൃഷ്ണയ്യയാണ് നബാർഡിൻ്റെ ആദ്യ ചെയർമാൻ. 3. 1982 ജൂലൈ 12 രൂപീകൃതമായ നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈ. 4. നബാർഡ് പൂർണ്ണമായും കേന്ദ്ര ഗവൺമെൻറ് ഉടമസ്ഥതയിലാണ്. ഓപ്ഷൻ എ 1, 2, 4. ഓപ്ഷൻ ബി 1, 2, 3. ഓപ്ഷൻ സി ഇവയെല്ലാം. ഓപ്ഷൻ ഡി 2, 3, 4. ഓപ്ഷൻ സി ഇവയെല്ലാം. തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ്. ആവശ്യഘട്ടങ്ങളിൽ റിസർവ് ബാങ്കിൽ നിന്നും മറ്റു ബാങ്കുകൾ പണം കടം വാങ്ങുമ്പോൾ ഈടാക്കുന്ന നിരക്കിനെ പറയുന്ന പേര്. റിപ്പോ നിരക്ക്, റിവേഴ്സ് റിപ്പോ നിരക്ക്, ക്രെഡിറ്റ് റേറ്റിംഗ്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഓപ്ഷൻ എ റിപ്പോ നിരക്ക്. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുവാൻ കർഷക രാജാവായി സ്വയം പ്രഖ്യാപിച്ചത് ആര്? ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുവാൻ കർഷക രാജാവായി സ്വയം പ്രഖ്യാപിച്ച വ്യക്തി. ബിർസ മുണ്ട, ഗോനു, ദേവി സിംഗ്, മാഡം കാമ. ഓപ്ഷൻ എ ബിർസ മുണ്ട. തന്നിരിക്കുന്നവയിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. ജെയിംസ് മാഡിസണിൻ്റെ നേതൃത്വത്തിലാണ് അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത്. ഫ്രഞ്ച് സമൂഹത്തെ 3 എസ്റ്റേറ്റുകളായി വിഭജിച്ചിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചത് ജോൺ ലോക്കാണ്. ഓപ്ഷൻ എ 1, 2. ഓപ്ഷൻ ബി 3 മാത്രം. ഓപ്ഷൻ സി ഇവയൊന്നുമല്ല. ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഓപ്ഷൻ ബി 3 മാത്രം. തന്നിരിക്കുന്നവയിൽ 3ാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റ്. 1922 നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം എന്ത്?
നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം. ബംഗാൾ വിഭജനം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, മലബാർ കലാപം, ചൗരി ചൗര സംഭവം. ഓപ്ഷൻ ഡി ചൗരി ചൗര സംഭവം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ഉപപ്രധാനമന്ത്രി. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ഉപപ്രധാനമന്ത്രി. സർദാർ വല്ലഭായ് പട്ടേൽ, ചരൺ സിംഗ്, മൊറാർജി ദേശായി, ജഗ്ജീവൻ റാം. ഓപ്ഷൻ എ സർദാർ വല്ലഭായ് പട്ടേൽ. സുജനനന്ദിനി എന്ന പത്രം ആരംഭിച്ചത് ആര്? സുജനനന്ദിനി എന്ന പത്രം ആരംഭിച്ചത് ആര്? കേശവനാശാൻ, സി വി കുഞ്ഞിരാമൻ, കെ കേളപ്പൻ, എ കെ ഗോപാലൻ. ഓപ്ഷൻ എ കേശവനാശാൻ. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷം? കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷം? 2013, 2014, 2012, 2011. ഓപ്ഷൻ എ 2013. ഇക്കോ വന്യജീവി ടൂറിസത്തിന് പ്രസിദ്ധമായ ഫിട്ടാർ കനിക എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇക്കോ വന്യജീവി ടൂറിസത്തിന് പ്രസിദ്ധമായ ഫിട്ടാർ കനിക സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഗോവ, ഒഡീഷ. ഓപ്ഷൻ ഡി ഒഡീഷ. താഴെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ ബയോസ്ഫിയർ റിസർവ് ഏത്? കേരളത്തിലെ ബയോസ്ഫിയർ റിസർവ് ഏത്? മതികെട്ടാൻ ചോല, അഗസ്ത്യമല, കടലുണ്ടി വള്ളിക്കുന്ന്, പെരിയാർ. ഓപ്ഷൻ ബി അഗസ്ത്യമല. നിലമ്പൂർ തേക്ക് മ്യൂസിയം ഏത് സ്ഥാപനത്തിന് കീഴിലാണ്? നിലമ്പൂർ തേക്ക് മ്യൂസിയം ഏത് സ്ഥാപനത്തിന് കീഴിലാണ്? KFDC, വനം വകുപ്പ്, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, FIT. ഓപ്ഷൻ സി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് പ്രധാനമായും ഉപയോഗിച്ചു വരുന്ന മാർഗങ്ങളിൽ പെടാത്തത് ഏത്? സോളാർ ഫെൻസിംഗ്, ട്രഞ്ച്, കള്ളിംഗ്, റെയിൽ ഫെൻസിംഗ്. ഓപ്ഷൻ സി കള്ളിംഗ്. നിത്യഹരിത വൃക്ഷങ്ങളും ഇല പൊഴിക്കുന്ന വൃക്ഷങ്ങളും ഒരുപോലെ കാണപ്പെടുന്ന വനം ഏത്? അർദ്ധ നിത്യഹരിത വനം, ഷോല ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്, പുൽമേട്. ഓപ്ഷൻ എ അർദ്ധ നിത്യഹരിത വനം. സമുദ്രത്തിൽ നിന്നും വളരെ ഉയരത്തിലുള്ളതും പുൽമേടുകളും നിത്യഹരിത വനങ്ങളും ഇടകലർന്ന് കാണപ്പെടുന്നതുമായത് ഏതിനം വനമാണ്? അർദ്ധ നിത്യഹരിത വനം, ഷോല ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്, പുൽമേട്. ഓപ്ഷൻ ബി ഷോല ഫോറസ്റ്റ്. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം പ്രധാനമായും ഏതിനം വനമാണ്? സൈലന്റ് വാലി ഏതിനം വനമാണ്? അർദ്ധ നിത്യഹരിത വനം, ഷോല ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്, പുൽമേട്. ഓപ്ഷൻ സി ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. ആദ്യമായി ലോക മണ്ണ് ദിനം ആചരിച്ച വർഷം? ആദ്യമായി ലോക മണ്ണ് ദിനം ആചരിച്ചത് 2014, 2010, 2016, 2012. ഓപ്ഷൻ എ 2014. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിൽ എത്ര സെക്ഷനുകളാണ് ഉള്ളത്? ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിൽ ഉള്ള സെക്ഷനുകളുടെ എണ്ണം 5, 15, 6, 12. ഓപ്ഷൻ എ 5. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം നിലവിൽ വന്ന വർഷം? ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം നിലവിൽ വന്ന വർഷം 2008, 2010, 2015, 2005. ഓപ്ഷൻ ബി 2010. ആദ്യത്തെ ദേശീയ വനനയം നിലവിൽ വന്ന വർഷം? ആദ്യത്തെ ദേശീയ വനനയം നിലവിൽ വന്ന വർഷം 1950, 1952, 1956, 1960. ഓപ്ഷൻ ബി 1952. കേരള നാട്ടാന പരിപാലന ചട്ടപ്രകാരം നാട്ടാനകളുടെ വിരമിക്കൽ പ്രായം എത്ര? നാട്ടാനകളുടെ വിരമിക്കൽ പ്രായം
65 വയസ്സ്, 60 വയസ്സ്, 56 വയസ്സ്, 70 വയസ്സ്. ഓപ്ഷൻ എ 65 വയസ്സ്. ദേശീയ ജൈവവൈവിധ്യ അതോറിറ്റി രൂപീകൃതമായത് ഏത് നിയമപ്രകാരമാണ്? വന്യജീവി സംരക്ഷണ നിയമം 1972, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002, എൻവയൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട്. ഇതൊന്നുമല്ല. ഓപ്ഷൻ ബി ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002. എൻവയൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്ന വർഷം. എൻവയൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്ന വർഷം 1968, 1986, 2008, 1992. ഓപ്ഷൻ ബി 1986. റാംസർ കൺവെൻഷൻ എന്തുമായി ബന്ധപ്പെട്ട് നടന്ന ആഗോള കൺവെൻഷനാണ്? റാംസർ കൺവെൻഷൻ എന്തുമായി ബന്ധപ്പെട്ട് നടന്ന കൺവെൻഷനാണ്? ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനം, തണ്ണീർത്തട സംരക്ഷണം, വനവൽക്കരണം. ഓപ്ഷൻ സി തണ്ണീർത്തട സംരക്ഷണം. 1961 കേരള വന നിയമത്തിൻ്റെ ഏത് വകുപ്പ് പ്രകാരമാണ് സർക്കാരിന് റിസർവ് വനം പ്രഖ്യാപിക്കുന്നതിന് അധികാരം നൽകുന്നത്? സെക്ഷൻ 3, സെക്ഷൻ 27, സെക്ഷൻ 13, സെക്ഷൻ 17. ഓപ്ഷൻ എ സെക്ഷൻ 3. കേരള വന നിയമം 1961 പ്രകാരം ഏർപ്പെടുത്തിയ വനവികസന നികുതി എത്ര ശതമാനമാണ്? 10%, 5%, 3%, 2%. ഓപ്ഷൻ ബി 5%. തിമിംഗല ഛർദി എന്ന് വിളിക്കുന്ന അംബർഗ്രീസ് കൈവശം വയ്ക്കുന്നത് കുറ്റകരമാക്കിയിട്ടുള്ളത് ഏത് നിയമപ്രകാരമാണ്? അംബർഗ്രീസ് കൈവശം വയ്ക്കുന്നത് കുറ്റകരമാക്കിയിട്ടുള്ളത് ഏത് നിയമപ്രകാരം? വനനിയമം 1961, വനസംരക്ഷണ നിയമം 1980, വന്യജീവി സംരക്ഷണ നിയമം 1972, ജൈവ വൈവിധ്യ നിയമം 2010. ഓപ്ഷൻ സി വന്യജീവി സംരക്ഷണ നിയമം 1972. കടുവാ സങ്കേതങ്ങളുടെ പ്രവർത്തനത്തിന് വേണ്ടി തയ്യാറാക്കുന്ന ആസൂത്രണ രേഖയുടെ പേര്? കടുവാ സങ്കേതങ്ങളുടെ പ്രവർത്തനത്തിന് വേണ്ടി തയ്യാറാക്കുന്ന ആസൂത്രണ രേഖ. ടൈഗർ വർക്കിംഗ് പ്ലാൻ, ടൈഗർ കൺസർവേഷൻ പ്ലാൻ, ടൈഗർ പ്രൊട്ടക്ഷൻ പ്ലാൻ, ടൈഗർ ആക്ഷൻ പ്ലാൻ. ഓപ്ഷൻ ബി ടൈഗർ കൺസർവേഷൻ പ്ലാൻ. ഒറ്റപ്പദം തിരഞ്ഞെടുക്കുക. ആശ നശിച്ചവൻ. അനാശൻ, വിവൃതാശൻ, വിനാശൻ, ഹതാശൻ. ഓപ്ഷൻ ഡി ഹതാശൻ. തണുപ്പുണ്ട് എന്നത് പിരിച്ചെഴുതിയാൽ തണുപ്പ് പ്ലസ് ഉണ്ട്, തണുപ്പു പ്ലസ് ഉണ്ട്, തണുപ്പ് പ്ലസ് ഉണ്ട്, തണുപ്പു പ്ലസ് ഉണ്ട്. ഓപ്ഷൻ എ തണുപ്പ് പ്ലസ് ഉണ്ട്. മേഘം എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത്. മേഘത്തിൻ്റെ പര്യായമല്ലാത്ത വാക്ക്. കാഞ്ചി, ഘനം, അഫ്രം, വാരിതം. ഓപ്ഷൻ എ കാഞ്ചി. ശരിയായ പദം ഏത്? നിശ്ചയം, 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 നിശ്ചയം. ഓപ്ഷൻ സി നിശ്ചയം. ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത്? ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് ആയോധന കലയുടെ പരിശീലനം, ആരാധനയുടെ പ്രാധാന്യം, വിളവിൻ്റെ സമൃദ്ധി, അധ്വാനത്തിൻ്റെ മഹത്വം. ഓപ്ഷൻ ഡി അധ്വാനത്തിൻ്റെ മഹത്വം. ശോണിമ എന്ന പദത്തിൻ്റെ അർത്ഥം. ശോണിമ എന്ന പദത്തിൻ്റെ അർത്ഥം കറുപ്പ്, വെളുപ്പ്, ചുവപ്പ്, പച്ച. ഓപ്ഷൻ സി ചുവപ്പ്. ഏകവചനം ഏത്? തന്നിരിക്കുന്നവയിൽ ഏകവചനം ഏത്? മകളർ, ഗുരുഭൂതർ, അവർ, മാറ്റാർ. ഓപ്ഷൻ ബി ഗുരുഭൂതർ. ഡെമി ഒഫീഷ്യൽ ലെറ്റർ എന്നതിൻ്റെ മലയാള രൂപം. ഡെമി ഒഫീഷ്യൽ ലെറ്ററിൻ്റെ മലയാള രൂപം ഏത്? അനൗദ്യോഗിക കത്ത്, ഔദ്യോഗിക കത്ത്, അർദ്ധ ഔദ്യോഗിക കത്ത്, ഔദ്യോഗിക നടപടിക്കത്ത്.
ഓപ്ഷൻ സി അർദ്ധ ഔദ്യോഗിക കത്ത്. പ്രാക്തനം എന്ന വാക്കിൻ്റെ വിപരീത പദം. പ്രാക്തനം എന്ന വാക്കിൻ്റെ വിപരീത പദം. അനവധാനം, അധുനാതനം, പ്രാകൃതം, അപ്രാക്തനം. ഓപ്ഷൻ ബി അധുനാതനം. അബ്ജദളാക്ഷൻ ഘടകപദമാക്കുക. അബ്ജദളാക്ഷൻ എന്ന വാക്കിനെ ഘടകപദമാക്കുക. അബ്ജദളത്തിൻ്റെ അക്ഷിയുള്ളവൻ, അബ്ജദളമാകുന്ന അക്ഷിയുള്ളവൻ, അബ്ജം പോലുള്ള അക്ഷിയുള്ളവൻ, അബ്ജദളം പോലെയുള്ള അക്ഷിയുള്ളവൻ. ഓപ്ഷൻ ഡി അബ്ജദളം പോലെയുള്ള അക്ഷിയുള്ളവൻ. ഹി ഡാഷ് നോ ദ റൈറ്റ് ആൻസർ. ഹി ഡാഷ് നോ ദ റൈറ്റ് ആൻസർ. ഡോണ്ട്, ഡസിൻറ്റ്, നോ, ഡു നോട്ട്. ഓപ്ഷൻ ബി ഡസിൻറ്റ്. ദി ടെസ്റ്റ് വാസ് ഡാഷ് ബിക്കോസ് ഐ സ്റ്റഡീഡ് ഡാഷ്. ഹാർഡർ, ഹാർഡ്, ഹാർഡർ, ഹാർഡർ, ഹാർഡ്, ഹാർഡ്ലി, ഹാർഡ്ലി, ഹാർഡ്. ഓപ്ഷൻ സി ഹാർഡ്, ഹാർഡ്ലി. ദിസ് ഈസ് ദി ഡാഷ് ബുക്ക് ഐ ഹാഡ് എവർ റീഡ്. ദിസ് ഈസ് ദി ഡാഷ് ബുക്ക് ഐ ഹാഡ് എവർ റീഡ്. വേഴ്സ്, ബാഡസ്റ്റ്, വേഴ്സ്റ്റ്, ബാഡ്. ഓപ്ഷൻ സി വേഴ്സ്റ്റ്. ദിസ് ഈസ് ഡാഷ് ബോയ് ദാറ്റ് വൺസ് ബോട്ട് ഡാഷ് ഡോഗ് ടു ക്ലാസ്. ദി എ ദി എ ദി ദി. ഓപ്ഷൻ എ ദി എ. ചൂസ് ദി കറക്റ്റ് സൈനോണിം ഫോർ ദി വേർഡ് ഫാസ്റ്റ്. സൈനോണിം വേർഡ് ഫോർ ഫാസ്റ്റ്. സ്ലോ, ക്വിക്ക്, എനർജറ്റിക്, ഗ്രേറ്റ്. ഓപ്ഷൻ ബി ക്വിക്ക്. ഫൈൻഡ് ദ അന്റോണിം ഫോർ മോഡസ്റ്റ്. അന്റോണിം വേർഡ് ഓഫ് മോഡസ്റ്റ്. റിസർവ്ഡ്, ഫ്രാങ്ക്, ഇമ്മോഡസ്റ്റ്, സൈബി. ഓപ്ഷൻ സി ഇമ്മോഡസ്റ്റ്. എ വൈൽഡ് ഗൂസ് ചേസ് മീൻസ്. എ വൈൽഡ് ഗൂസ് ചേസ് മീൻസ് എ യൂസ്ഫുൾ അറ്റംപ്റ്റ്, എ ഫൂളിഷ് അറ്റംപ്റ്റ്, ചേസിംഗ് എ ഗൂസ്, കില്ലിംഗ് എ ഗൂസ്. ഓപ്ഷൻ ബി എ ഫൂളിഷ് അറ്റംപ്റ്റ്. ചേഞ്ച് ഇൻ ടു ഡയറക്റ്റ് സ്പീച്ച്. ഷീ എക്സ്ക്ലെയിംഡ് വാട്ട് എ ബ്യൂട്ടിഫുൾ ചൈൽഡ്. She exclaimed that the child is beautiful. She exclaimed that it is a beautiful child. She exclaimed that the child was beautiful. She exclaimed that it was a beautiful child. Option D. She exclaimed that it was a beautiful child. Write the passive voice of Brutus stabbed Caesar. Caesar is stabbed by Brutus. Caesar was stabbed by Brutus. Caesar has stabbed by Brutus. Caesar have stabbed by Brutus. Option B. Caesar was stabbed by Brutus. The idiom swan song means a musical performance, the last public performance of an artist, song of a swan, first public performance of an artist. Option B. The last public performance of an artist. 60-ന്റെ 120% 80-ന്റെ 110% കൂട്ടിയാൽ കിട്ടുന്ന തുകയുടെ 10% എത്ര? 60-ന്റെ 120% 80-ന്റെ 110% കൂട്ടിയാൽ കിട്ടുന്ന തുകയുടെ 10% എത്ര? 18, 75, 2, 16. ഓപ്ഷൻ ഡി 16. ഒരു കേക്കിൻ്റെ 2/3 ഭാഗം 4 പേർക്ക് തുല്യമായി വീതിച്ചാൽ ഒരാൾക്ക് കേക്കിൻ്റെ എത്ര ഭാഗം ലഭിക്കും? ഒരു കേക്കിൻ്റെ 2/3 ഭാഗം 4 പേർക്ക് തുല്യമായി വീതിച്ചാൽ ഒരാൾക്ക് കേക്കിൻ്റെ എത്ര ഭാഗം ലഭിക്കും? 1/6, 1/8, 5/4, 1/12. ഓപ്ഷൻ എ 1/6. ഒരു ക്ലോക്കിലെ സമയം 11:30 ആകുമ്പോൾ ക്ലോക്കിൻ്റെ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര? ഒരു ക്ലോക്കിലെ സമയം 11:30 ആകുമ്പോൾ ക്ലോക്കിലെ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര? 180 ഡിഗ്രി, 135 ഡിഗ്രി,
165 ഡിഗ്രി 112 ഡിഗ്രി. ഓപ്ഷൻ സി 165 ഡിഗ്രി. ഒരു ത്രികോണത്തിലെ ഒരു വശം 16 സെൻറ്റിമീറ്റർ. അതിൻ്റെ എതിർകോണിൽ നിന്ന് ആ വശത്തേക്കുള്ള ലംബ ഉന്നതി 7 സെൻറ്റിമീറ്റർ ആയാൽ ത്രികോണത്തിൻ്റെ വിസ്തീർണം എത്ര? 112 ചതുരശ്ര സെൻറ്റിമീറ്റർ, 56 ചതുരശ്ര സെൻറ്റിമീറ്റർ, 95 ചതുരശ്ര സെൻറ്റിമീറ്റർ, 65 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഓപ്ഷൻ ബി 56 ചതുരശ്ര സെൻറ്റിമീറ്റർ. അടുത്ത പദം ഏത്? 3F, 6G, 11I, 18L. അടുത്ത പദം ഏത്? 21O, 25N, 27P, 27Q. ഓപ്ഷൻ സി 27P. ഒരു ഫോട്ടോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാജേഷ് ഇങ്ങനെ പറഞ്ഞു: എനിക്ക് സഹോദരങ്ങളില്ല, എന്നാൽ ഈ വ്യക്തിയുടെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ മകനാണ്. ഈ ഫോട്ടോയിലുള്ളത് രാജേഷിൻ്റെ ആരാണ്? അച്ഛൻ, മകൻ ഇവയൊന്നുമല്ല, അനന്തരവൻ. ഓപ്ഷൻ ബി മകൻ. എ ബിയുടെ തെക്ക് ഭാഗത്തും സി ബിയുടെ കിഴക്ക് ഭാഗത്തുമാണ്. സിയുടെ ഏത് ദിശയിലാണ് എ? തെക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്, വടക്ക് പടിഞ്ഞാറ്. ഓപ്ഷൻ എ തെക്ക് പടിഞ്ഞാറ്. രണ്ട് സംഖ്യകളുടെ ലസാഗു, ഉസാഖ എന്നിവ യഥാക്രമം 2400, 16 എന്നിവയാണ്. അവയിൽ ഒരു സംഖ്യ 480 ആണെങ്കിൽ അടുത്ത സംഖ്യ ഏത്? 40, 60, 80, 120. ഓപ്ഷൻ സി 80. സമീറിൻ്റെയും ആനന്ദിൻ്റെയും വയസ്സുകളുടെ അംശബന്ധം 5:4 ആണ്. 3 വർഷം കഴിഞ്ഞ് ഇവരുടെ വയസ്സുകളുടെ അംശബന്ധം 11:9 ആകും. എങ്കിൽ ആനന്ദിൻ്റെ ഇപ്പോഴത്തെ വയസ്സെത്ര? 27, 40, 32, 24. ഓപ്ഷൻ ഡി 24. 6.25% സാധാരണ പലിശ നിരക്കിൽ 72 രൂപ 81 രൂപയാകാൻ എത്ര വർഷം എടുക്കും? 1.5, 1, 2, 2.5. ഓപ്ഷൻ സി 2 വർഷം.